മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കടന്നാക്രമിക്കുകയാണ് തൃശൂരിൽ നിന്നുള്ള കടുത്ത കെ.സി. അനുകൂലികൾ. കെ.പി.സി.സി വക്താവ് വി.ആർ. അനൂപ് അടക്കമുള്ളവരാണ് സതീശനെതിരെ തുടർച്ചയായി രംഗത്ത് വരുന്നത്. കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരും കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. സാനു കെ സജീവാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. സാനു, ഗുഡ് മോർണിംഗ്. എന്തായാലും വി.ഡി. സതീശനെതിരെ ഇങ്ങനെ ഓരോ ചേരികളിലായി പോര് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ.എസ്.യു പോര് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ വേണുഗോപാൽ പക്ഷത്തിൽ നിന്നുള്ള പോരാണ് നടക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആര്യശ്രീ, കെ പി, ഗുഡ് മോർണിംഗ്. എന്തായാലും തൃശ്ശൂർ ഈ ഗ്രൂപ്പിസത്തിന്റെ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന്റെയും പോസ്റ്ററിസത്തിന്റെയൊക്കെ ക്യാപിറ്റലാണ് തൃശ്ശൂർ. ആ ക്യാപിറ്റലിൽ ഇപ്പം മറ്റൊരു യുദ്ധമാണ് നടക്കുന്നത്. അതായത് ചേരി തിരിഞ്ഞുകൊണ്ട്, അതായത് കെ.സിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗവും അതേപോലെ തന്നെ വി.ഡി. സതീശൻ അനുകൂലമായിട്ട് മറുവിഭാഗവും ചേരികളിൽ ഉറച്ചു നിന്നതോടുകൂടി ആ യുദ്ധം തെരുവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വി.ആർ. അനൂപ് പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ വി.ഡി. സതീശനെതിരെ രംഗത്ത് വരുന്നു. അതിനാനുപാതികമായിട്ട് തന്നെ കെ.എസ്.യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഗോകുൽ ഗുരുവായൂരും വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഗോകുൽ ഗുരുവായൂരിന്റെയൊക്കെ വിമർശനം അല്പം പടി കൂടി കടന്നുകൊണ്ടുള്ള വിമർശനങ്ങളാണ്. കാരണം അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ആണ്, നിശിതമായിട്ടുള്ള വിമർശനമാണ് ഈ വി.ഡി. സതീശനെതിരെ ഓരോ ദിവസവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വിമർശനങ്ങളൊക്കെ തുടരുമ്പോൾ കഴിഞ്ഞ ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടത്തുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഈ വിമർശനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് റവന്യൂ മന്ത്രി കൂടിയായിട്ടുള്ള എ.പി. അനിൽകുമാർ കൂടി ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും എ.പി. അനിൽകുമാറിന്റെ ആവശ്യമൊക്കെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ട് അവരവരുടെ നേതാക്കൾക്ക് വേണ്ടി ചേരിതിരിഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനം ഇപ്പോഴും തുടരുകയാണ്. വി.ആർ. അനൂപ് തുടങ്ങിയത് ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിമർശനവും അതിപ്പോൾ എല്ലാ തലത്തിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. കെ.പി.സി.സിയുടെ വക്താവ് കൂടിയാണ് വി.ആർ. അനൂപ്. ഇത്തരത്തിൽ വി.ആർ. അനൂപ് വലിയ രീതിയിലുള്ള വിമർശനം മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ തുടരുമ്പോൾ പോലും ഒരു ചെറുവിരൽ പോലും അനക്കാൻ നേതൃത്വം തയ്യാറാവാത്തത് ഇത്തരത്തിൽ കെ.സി. വേണുഗോപാലുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചേരിയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണെന്നാണ് മറുവിഭാഗത്തിന്റെ ആരോപണം. അത് തന്നെയാണ് ഗോകുൽ ഗുരുവായൂരിനും ഇപ്പോൾ ഒരു ഗുണമായി മാറിയിരിക്കുന്നത്. ഗോകുൽ ഗുരുവായൂർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിന്റെ ഫലം വന്നതിന് ശേഷം ഒക്കെ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമിട്ടിരുന്ന ആളാണ്. അതേപോലെ തന്നെ കെ.എസ്.യുവിലെ തന്നെ ജില്ലാ സെക്രട്ടറിക്ക് വധഭീഷണി ഏതാനും ആഴ്ചകൾക്ക് മുന്നേ മുഴക്കിയ ഒരു നേതാവാണ് ഗോകുൽ ഗുരുവായൂർ. അത്തരത്തിൽ ഗോകുൽ ഗുരുവായൂർ ഇത്തരത്തിലുള്ള ചെയ്തികളൊക്കെ നടക്കുമ്പോഴും ചെയ്തികളൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പിൻഭാഗത്ത് നിൽക്കുന്ന ഒരു ശക്തി കെ.സി. വേണുഗോപാലിന്റെ തന്നെയാണ്. എന്തായാലും തൃശ്ശൂരിൽ വലിയ ഗ്രൂപ്പ് പോരാണ് നടക്കുന്നത്. അത് കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗവും കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയ ആളുകളാണ് ഈ വി.ഡി. സതീശനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ആ ഒരു അക്രമത്തിന്റെ ശക്തി ഇനിയും കൂടാനായിട്ടാണ് സാധ്യത. സാനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രീയ പോരിന്റെ ഒരു തലസ്ഥാനമായിട്ട് തൃശ്ശൂർ മാറുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പോരിന്റെ തലസ്ഥാനം എന്ന രീതിയിൽ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏതായാലും സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.